ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 സെപ്റ്റംബർ 23 തിങ്കളാഴ്ച പകൽ 9:42 ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു. ഒക്ടോബർ 10 വരെ ബുധൻ കന്നിരാശിയിൽ തുടരുന്നതാണ്. കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എങ്കിലും ബുധൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാരം പലർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണ്. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ബലം പൂർണ്ണമാകുന്നത്. കന്നിരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ബുധൻ കന്നിരാശിയിൽ എത്തുന്നതോടെ ബുധാദിത്യ യോഗം, ഭദ്രമഹായോഗം തുടങ്ങിയ യോഗങ്ങളും ഈ കാലയളവിൽ അനുഭവയോഗ്യമാകും. ചാരവശാൽ ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 4, 6, 8, 10, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഏറെ ഗുണദാതാവാണ്. വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ ഗുണവും ധനപരമായ നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും മാത്രമേ ബുധനെ നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു സമയങ്ങളിൽ സൂര്യപ്രഭയിൽ മുങ്ങിപ്പോകുന്നതിനാൽ നിരീക്ഷണം സാധ്യമല്ല. ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവനുണ്ടായ പുത്രനാണ് ബുധൻ. ചന്ദ്രൻ്റെ പുത്രനാണെങ്കിലും ബുധൻ ചന്ദ്രനുമായി ശത്രുതയിലാണ്. അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത. സെപ്റ്റംബർ 23 ബുധൻ കന്നിരാശിയിൽ എത്തുന്നതോടെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും കന്നിയിലെ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ. ബുധൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സംക്രമം ഏറെ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം ചില ദോഷങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ്. തൊഴിൽ സ്ഥാനത്ത് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിക്കും. വരുമാനം വർദ്ധിക്കും. സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പണം സമ്പാദിക്കുന്ന കാര്യത്തിലും വിജയം വരിക്കും. അഭിഭാഷകരോ ജഡ്ജിമാരോ ആയ ആളുകൾക്ക് ബുധൻ നല്ല ഫലങ്ങൾ സമ്മാനിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. വിഷാദരോഗം, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടേക്കാം. ബന്ധങ്ങൾ വഷളാകാതെ നോക്കേണ്ടതാണ്. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യങ്ങളിൽ വിജയവും സൗഭാഗ്യവും സ്ഥാനലാഭവും പ്രതീക്ഷിക്കാം. കാർത്തിക 3/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യപകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൻ്റെയും 5-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ. ബുധൻ്റെ ഈ രാശിമാറ്റം സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള ആത്മബന്ധം ദൃഢമാകും. അവരുടെ സഹകരണം സഹായവും ലഭിക്കും. കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. പല മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുവാൻ കഴിയും. ഷെയർ മാർക്കറ്റിങ്ങിലും ഊഹക്കച്ചവടത്തിലും ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും. പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും.
ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തേക്കാം. എന്നാൽ പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള യോഗമുണ്ട്. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയും ലഭിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികവ് പുലർത്താൻ കഴിയും. പഠനകാര്യങ്ങളിൽ തികഞ്ഞ ശ്രദ്ധയുണ്ടാകും. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 1-ാം ഭാവത്തിൻ്റെയും 4-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ 4-ാം ഭാവത്തിൽ സംക്രമിക്കുന്നത്. ബുധൻ്റെ ഈ രാശിമാറ്റം ഇവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും. സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും. മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. കുടുംബാംഗങ്ങളുമായി സന്തോഷത്തോടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മറ്റു അംഗങ്ങളുടെ അഭിപ്രായം കൂടി തേടുന്നത് നന്നായിരിക്കും. പുതിയ വീട് പുതുക്കി പണിയുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വീട് കൂടുതൽ മോടി പിടിപ്പിക്കാനും സാധിക്കും. സുഖ സൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും. തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. മറ്റുള്ളവരുടെ സഹായത്തോടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും. വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ പഠനകാര്യത്തിൽ മികവ് പുലർത്തുവാൻ കഴിയും. കുടുംബസുഖവും ബന്ധുസുഖവും ധനലാഭവും ഉണ്ടാകും. പുണർദം മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് 3-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 3-ാം ഭാവത്തിൽ സംക്രമിക്കുന്നു. ആശയവിനിമയത്തെയും ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. സുപ്രധാന തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സ്വയം ശാന്തത പാലിക്കണം. ഇടപാടുകൾ നടത്തുമ്പോൾ എല്ലാ രേഖകളും ശരിയായി വായിക്കേണ്ടതുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. തന്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നതും പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കും. സഹോദരങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. സഹോദരങ്ങളുമായി ഉള്ള ബന്ധം വഷളായേക്കാം. പുതിയ സുഹൃത്ബന്ധങ്ങളിലും ശ്രദ്ധ വേണം. യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഗുണം ലഭിച്ചേക്കില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ്. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ ഒരു യോഗകാരക ഗ്രഹം കൂടിയാണ്. ഉച്ചസ്ഥാനമായ കന്നി ജലരാശി കൂടി ആയതിനാൽ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കാനാണ് സാധ്യത. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടാനുള്ള സാഹചര്യം ഉണ്ടായേക്കും. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം. സാമ്പത്തിക കാര്യങ്ങളിലും സാഹചര്യങ്ങൾ ഒരു പരിധിവരെ പ്രതികൂലമായേക്കും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒഴിവാക്കേണ്ടതാണ്. അനാവശ്യ ചെലവുകളിലും കൂടുതൽ കരുതൽ വേണം. ഭാവിയിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം നീക്കിവെക്കാവുന്നതാണ്. ഈ സമയത്ത് നടത്തുന്ന ഓരോ നിക്ഷേപങ്ങളും ഭാവിയിൽ ലാഭം നൽകുന്നതായിരിക്കും. എന്നാൽ വസ്തുവകകളിന്മേലുള്ള നിക്ഷേപം പ്രതികൂലമായേക്കും. പുതിയ ബിസിനസ് സംബന്ധമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായേക്കും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ ശ്രദ്ധ വേണം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാൻ കഴിയും. മുൻകാലങ്ങളിൽ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിൽ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. ധനസമൃദ്ധിയും മനസ്സുഖവും അനുഭവപ്പെടും. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് കന്നിരാശിയിൽ ഉച്ചസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ബുധൻ 1-ാം ഭാവത്തിൻ്റെ അധിപനും
10-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. ഏറെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭ്യമാകുന്നത്. തൊഴിൽ മേഖലയിൽ വിജയിക്കുവാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും. വ്യക്തിജീവിതത്തിലും ഏറെ നേട്ടങ്ങൾ സമ്മാനിക്കും. കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. ദൗത്യങ്ങൾ സമയോചിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ശത്രുക്കൾ സജീവമായാലും ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും നേടും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന വേണം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ടാകും. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ഔദ്യോഗിക രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം. മാധ്യമങ്ങളിലോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ്. ചിത്തിര 2-ാം പകുതിയും ചോതിയും വിശാഖം 3/4 ഭാഗവും അടങ്ങിയ തുലാംകൂറുകാർക്ക് 9-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ. ഉച്ചരാശിയിൽ 12-ാം ഭാവത്തിൽ എത്തുന്നത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. കോപം നിയന്ത്രിക്കാൻ പാടുപെടും. സംസാരത്തിൽ ശ്രദ്ധ വേണം. വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ആകരുത്. തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണ്ടിവരും. ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. ശത്രുക്കൾ ഒത്തുകൂടി ഗൂഢാലോചന നടത്തും. രഹസ്യങ്ങളും തന്ത്രങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കത്തിനും സാധ്യതയുണ്ട്. തീരുമാനങ്ങൾക്ക് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിച്ചേക്കാം. വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വീട്ടിലെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അനാവശ്യ ചെലവുകൾക്കും നിയന്ത്രണം വേണം. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 8-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ ബുധൻ 11-ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് എത്തുന്നു. വളരെ അനുകൂലമായ ഫലങ്ങൾ ആയിരിക്കും സമ്മാനിക്കുന്നത്. കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും. കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കാൻ സാധിക്കും. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. ചില സാഹചര്യങ്ങളിൽ സംഭാഷണത്തിനിടയിൽ സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരത്തിലും വാക്കുകളിലും കരുതൽ വേണം. വരുമാനം തേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. സുഹൃത്ത് ബന്ധം വിപുലമാകും. തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. മാർക്കറ്റിംഗ് മേഖലയിൽ ലാഭം വർദ്ധിക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് 7-ാം ഭാവത്തിനും 10-ാം ഭാവത്തിനും അധിപനായ ബുധൻ ഉച്ചരാശിയിലെത്തുന്നത് 10-ാം ഭാവത്തിലാണ്. കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനം വിലമതിക്കപ്പെടും. ബിസിനസ് രംഗത്തും നേട്ടമുണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും. കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കും. കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും. നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. ഗ്രഹസുഖം, ദേഹസുഖം, കർമ്മഗുണം, ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ഉത്രാടം 3/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ ബുധൻ ഉച്ചരാശിയിലെത്തുന്നത് 9-ാം ഭാവത്തിലാണ്. ബുധൻ്റെ ഈ സ്ഥാനം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുന്നു. പല കാര്യങ്ങളിലും വലിയ വിജയം നേടുവാൻ കഴിയും. നിയമപരമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും അനുകൂലമായി വിധി നേടുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും. തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകും. എല്ലാ പരീക്ഷകളിലും വിജയിക്കുവാൻ കഴിയും. മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ലഭിക്കും.
ബിസിനസ്സിൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരോരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവത്തിനും 8-ാം ഭാവത്തിനും അധിപനാണ് ബുധൻ. 8-ാം ഭാവത്തിൽ ഉച്ചരാശിയിലെത്തുമ്പോൾ ജീവിത സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളും സംഭവിക്കുന്നു. ബന്ധങ്ങൾ ദൃഢമാകും. സാമ്പത്തിക രംഗത്ത് ഉയർച്ചയുണ്ടാകും. സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും. ചിലർക്ക് മാതാപിതാക്കളുമായി വേർപിരിയാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. മറ്റു ചിലർക്ക് ക്ഷീണവും സമ്മർദ്ദവും അനുഭവപ്പെട്ടേക്കാം. ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും മേഖലയിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പ്രണയികൾക്ക് പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. പുത്രസുഖം, കാര്യവിജയം, ധനസമൃദ്ധി എന്നിവയും അനുഭവപ്പെടും. പൂരോരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് 4-ാമത്തെയും 7-ാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. 7-ാം ഭാവത്തിൽ ബുധൻ ഉച്ചരാശിയിലെത്തുമ്പോൾ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സിൽ ശ്രദ്ധ വേണം. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ബിസിനസ് രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടത്തിന് സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ തെറ്റിദ്ധാരണയോ തർക്കമോ ഉണ്ടായേക്കാം. പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അവസരം അത്ര അനുകൂലമല്ല. ഓർമ്മശക്തി കുറയുന്നതായി തോന്നും. സാമ്പത്തിക രംഗം ശക്തമായിരിക്കും. സാമ്പത്തിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. പണവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.